നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ട്രെയിനടിയിൽപ്പെട്ട് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കടയ്ക്കൽ പുല്ലുപണ ചരുവിള പുത്തൻ വീട്ടിൽ മിനിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 42 വയസ്സായിരുന്നു. നഴ്സിംഗ് പഠനത്തിനായി മകളെ യാത്രയാക്കാൻ എത്തിയതായിരുന്നു മിനി റെയിൽവേ സ്റ്റേഷനിൽ. തിങ്കളാഴ്ച വൈകിട്ട് 5:30 കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഈ സംഭവം. അപകടമുണ്ടായത് സേലത്ത് 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു മകൾ നിമിഷയെ വേളാങ്കണ്ണി ട്രെയിനിൽ കോളേജിലേക്ക് യാത്ര അയക്കാൻ ഭർത്താവ് ഷിബുവിനൊപ്പമാണ് മിനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. മകളുടെ ബാഗുകളും മറ്റും ട്രെയിനിലെ സീറ്റിന് സമീപം വയ്ക്കാനായി മിനി ട്രെയിനിനുള്ളിൽ കയറി. എന്നാൽ ബാഗ് വെച്ച് മിനി പുറത്തിറങ്ങുന്നതിന് മുൻപേ ട്രെയിൻ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങാനായി ഇവർ വാതിൽപ്പടിയിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ചാടി. പക്ഷേ ട്രെയിനിനടിയിൽ പെട്ടുപോയി. തലയ്ക്ക് സാരമായി പരിക്കേറ്റ മിനിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകളെ ഓണാവധിക്ക് ശേഷം യാത്ര അയക്കാൻ എത്തിയതായിരുന്നു അമ്മ. ഭർത്താവിൻ്റെയും മകളുടെയും കൺമുന്നിലാണ് ട്രെയിനിൽ നിന്ന് വീണു മരിച്ചത്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. കടയ്ക്കൽ ആൽത്തറമൂട് പഴയ കോടതിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ഷിബു MS വെജിറ്റബിൾ കട നടത്തുന്ന വ്യക്തിയാണ്. എന്തായാലും വളരെ ദുഃഖകരമായ സംഭവം ഉണ്ടായി. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. ഓണാഘോഷത്തിനിടെ മാരകായുധങ്ങളുമായി കടന്നു കയറി അക്രമം അഴിച്ചുവിട്ട് പെൺകുട്ടിയടക്കം 3 പേരെ വെട്ടി പരിക്കേൽപ്പിച്ചു. സംഭവം ഉണ്ടായിരിക്കുന്നത് ചിറയൻകീഴാണ്. ചിറയൻകീഴ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. 4 പ്രതികളാണ് അറസ്റ്റിലായത്. ചിറയൻകീഴ് ഈഞ്ചക്കൽ പാലത്തിന് സമീപം ആറ്റുവരമ്പിൽ തിട്ടവീട്ടിൽ പ്രവീൺലാൽ, ഉണ്ണി, കിരൺ പ്രകാശ്, ജയേഷ് എന്നിവരാണ് പ്രതികൾ. കഴിഞ്ഞ ദിവസം രാത്രി 9:30 സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ചിറയൻകീഴ് കുറട്ടുവിളാകം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾ നടക്കുകയായിരുന്നു. ഇതിനിടെ അക്രമി സംഘം മദ്യപിച്ച് മാരകായുധങ്ങളുമായി അഴിഞ്ഞാടി. പരിപാടികൾ കാണാറുന്ന നാട്ടുകാർക്കിടയിലേക്ക് അക്രമികൾ ബൈക്ക് ഓടിച്ചു കയറ്റി. തുടർന്ന് സ്ത്രീകളടക്കമുള്ളവരെ തെറി വിളിച്ചു, വാള് കാട്ടി ഓടിക്കാൻ ശ്രമിച്ചു. സംഘാടകരിൽ ചിലർ അക്രമികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് സംഘർഷത്തിലേക്ക് നയിച്ചു. ഇരുവിഭാഗവുമായി തിരിഞ്ഞുള്ള സംഘർഷത്തിനിടെ ചിറയൻകീഴ് സ്വദേശികൾക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഹൃദ്രോഗി കൂടിയായ മോനിഷയെ തിരുവനന്തപുരം ശ്രീജിത്ത് മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2022 സമാനമായ അക്രമം ഓണാഘോഷത്തിനിടെ നടന്നിരുന്നതായും അന്ന് അക്രമം അഴിച്ചുവിട്ടവരാണ് ഇപ്പോഴത്തെ സംഭവത്തിലും പ്രതികളെന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.